യൂണിബെസ്റ്റ് ആപ്പിനെ കുറിച്ച് പഠിക്കുന്ന കോഴ്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് 200 DMAയും അതുപോലെ 15 DMAയും ക്രോസ് ഓവർ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതായത് ഗോൾഡൻ ക്രോസ് ഓവർ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ടെക്നിക്കൽ അനാലിസിസ് ഒരുപാട് സ്ട്രാറ്റജികൾ ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി സ്ഥിരതയോടെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ട്രാറ്റജിയാണ് 200 DMA ക്രോസ് ഓവർ ചെയ്യുന്ന 15 DMAയുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോൾഡൻ ക്രോസ് ഓവർ നമുക്ക് യൂണിബെസ്റ്റ് ആപ്പിനകത്ത് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അവർ ഇത്തരത്തിൽ ക്രോസ് ഓവർ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ആ സ്റ്റോക്കുകൾ നോക്കി പഠിച്ചതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അത്തരത്തിൽ നമുക്ക് എൻട്രി എടുക്കുന്നതിന് വേണ്ടി യൂണിബെസ്റ്റ് ആപ്പിനകത്ത് കൊടുത്തിട്ടുള്ള സ്റ്റോക്കുകൾ എവിടെയാണ് കാണുന്നത്, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യൂണിബെസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനേഴ്സിൽ ഇക്വിറ്റിയിൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ എക്സ്ക്ലൂസീവ് ഓൺ യൂണിബെസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നമുക്ക് മൂന്നാമതായിട്ട് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഒരു ന്യൂ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ മാത്രമാണ് വരുന്നത്. ഇക്വിറ്റി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസാണ് നമുക്ക് ലഭിക്കുന്നത്, സിഗ്നൽസാണ്. അപ്പോൾ നമുക്കിവിടെ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗോൾഡൻ ക്രോസ് ഓവർ ആയിട്ടുള്ള 30 സ്റ്റോക്കാണ്. ഇത് പ്രോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് അപ്ഡേറ്റ് 8-ാം തീയതി എന്ന് പറഞ്ഞ് കാണാം. അതായത് എന്നാണ് ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് വന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കും കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ വക്രാങ്കി ഇതുപോലെയുള്ള കുറേ സ്റ്റോക്കുകൾ നമുക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം സ്റ്റോക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഉപയോഗപ്പെടുത്താൻ അറിയാവുന്നവർക്കാണ് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വക്രാങ്കി എന്ന് പറഞ്ഞ സ്റ്റോക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് 15 DMA എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വില 29 രൂപയാണെന്ന് കാണാം. അപ്പോൾ ഇത് 50 ദിവസത്തെ ഡെയിലി മൂവിങ് ആവറേജ് 23-ഉം 200 ദിവസത്തെ ഡെയിലി മൂവിങ് ആവറേജ് 23.25 ആണ്. ചെറിയ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ക്രോസ് ഓവർ ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഇത് ക്രോസ് ചെയ്തത്. ക്രോസ് ചെയ്ത ഉടൻ തന്നെ എന്ത് സംഭവിച്ചു, ഇതാ കണ്ടോ, അത്രയും വില ഒരുമിച്ചങ്ങ് കൂടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു അപ്പർ സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും വീണ്ടും ആ സ്റ്റോക്കിൻ്റെ വില മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ വില വീണ്ടും ഉയരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ രമാ സ്റ്റീൽ ട്യൂബ് ടയേഴ്സ് ഇപ്പോൾ 14 രൂപ കണ്ടോ, 12.75 ഇവിടെയാണ്. അപ്പോൾ എപ്പോഴും 200 DMAയിൽ നിന്നും മുകളിലായിരിക്കും 100 DMA എന്നുള്ളത് നമ്മളവിടെ ഓർമ്മിക്കുക. DMA എന്ന് പറയുമ്പോൾ ഡെയിലി മൂവിങ് ആവറേജ് എന്നാണ്. അപ്പോൾ 200 ദിവസത്തതും ഇതിനേക്കാളും മുകളിലായിരിക്കും 50 ദിവസത്തെ എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമുക്കത് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞ് ആ ഒരു 200 DMA ക്രോസ് ചെയ്ത് 15 ഡേയുടെ DMA മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. കണ്ടോ, നമുക്ക് വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാത്തിലും പ്രോഫിറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ പലരും വേറെ ഒരു ഓപ്ഷനുണ്ട്. ഇതേപോലെയുള്ള സ്റ്റോക്കുകൾ വാങ്ങി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞ് ഒരു കൺസോൾട്ടേഷനൊക്കെ വരാറുണ്ട്. ആ ഒരു സമയത്ത് എക്സിറ്റ് ആവാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയും ഇതിന് ശേഷം ഒരു 2-3% ഒക്കെ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് നോക്കുക. ഇവിടെ കുറേയധികം സ്റ്റോക്കുകളുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ, പിന്നെ ഇത് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ജസ്റ്റ് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട്
നമുക്കതിൻ്റെ ഡീറ്റെയിൽ നോക്കാൻ പറ്റും. ഇവിടെ ഇത് ലോങ് ടൈമിലേക്ക് ഇത് അത്ര നല്ല സ്റ്റോക്ക് അല്ല എന്ന് നമുക്കിവിടെ തന്നെ ഒറ്റ നോട്ടത്തിൽ കാണാം. പക്ഷേ നിയർ ടൈം നോക്കിയാലും അറിയാം കണ്ടോ, ഇവിടെ സെൽ സോണിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നമുക്കിത് വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ സ്റ്റോക്കും അങ്ങനെയല്ല. ഇതാ ഇവിടെ ലോങ് ടൈമിലേക്കും അവിടെ ഇത് ഹോൾഡ് സോണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പലതിലും പല രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ഇവിടെ ലോങ് ടൈമിലേക്കായിരുന്നാലും ഇത് മോശമാണ്. പിന്നെ വരുന്നത് എന്നാൽ ഇത് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബൈ സോണിലാണ്, ഇത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. ഇതൊക്കെ ആയിരുന്നാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴും അതിനനുസരിച്ച് നമ്മുടെ ഈ സ്റ്റോക്കിനും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണും പൂട്ടിയൊന്നും എടുത്തതിന് ശേഷം അയ്യോ ഈ ആപ്ലിക്കേഷൻ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ പഠനങ്ങൾ നല്ല രീതിയിൽ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അതുപോലെ ഇത് മാത്രമല്ല, നമ്മൾ ചാർട്ടും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിസ്റ്റൻസ് മേഖലയിലേക്കാണോ അല്ലെങ്കിൽ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ നോക്കിയിട്ട് വേണം എക്സിറ്റോ ബൈയോ ഒക്കെ ചെയ്യാൻ. അപ്പോൾ എന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.